ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയിലെ മത്സര പരീക്ഷകളിൽ പുതുതായി ചോദിക്കാറുള്ള പ്രസ്താവന ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സീരീസിലെ 16ാമത്തെ വീഡിയോ ആണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം കുറച്ച് ട്രിക്സുകൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കേൾക്കുക. പതിവ് പോലെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ചുവടെ പറയുന്നതിൽ ഏതെല്ലാം വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് മഞ്ഞ നിറം ലഭിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആൻസറും സിമ്പിളാണ്, പക്ഷേ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് കണ്ടുപിടിക്കാനുള്ള ട്രിക്സും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് പാതിരാത്രി ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെറിയൊരു രസകരമായ കഥയിലൂടെ പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും അതുപോലെ തന്നെ അത് ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ട്രിക്സ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. പച്ച ചുവപ്പ്, ഓപ്ഷൻ സി ആണ്. പച്ചയും ചുവപ്പും ചേർന്നാണ് മഞ്ഞ എന്ന ദ്വിതീയ നിറം ലഭിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു കോഡിലൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണം. അതിനു മുമ്പായി നമ്മൾ ആദ്യം പ്രാഥമിക വർണ്ണങ്ങൾ ഏതാണ്, ദ്വിതീയ വർണ്ണങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഗ്രീന്, റെഡ്, ബ്ലൂ, പച്ച, ചുവപ്പ്, നീല, ഇത് മൂന്നെണ്ണമാണ് പ്രാഥമിക വർണ്ണങ്ങൾ. അതുപോലെ ദ്വിതീയ വർണ്ണങ്ങളായി വരുന്നത് യെല്ലോ, മജന്ത, സിയാൻ. അപ്പൊ ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് മാത്രമായിട്ട് PSC ചോദിക്കാറുണ്ട്. ഏതൊക്കെ വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് സെക്കൻഡറി വർണ്ണങ്ങൾ വരുന്നത്, അതും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്, നോക്കാം. ഇതാണ് അതിന്റെ കോഡ്. ഗംഗാധരന്റെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഇത് ജസ്റ്റ് ഒരു കോഡ് മാത്രമാണ്. ഇപ്പൊ ഇതിൽ കേൾക്കുന്ന ആൾക്കാർ ഗംഗാധരന്മാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ക്ഷമിക്കുക. കാരണം ജസ്റ്റ് ഇത് ആൻസർ കൊടുക്കാനുള്ള ഒരു കോഡ് മാത്രമാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഗംഗാധരന്റെ രണ്ടാമത്തെ ഭാര്യ, അതിൽ പ്രാഥമിക വർണ്ണങ്ങൾ വന്നു കഴിഞ്ഞു. ഗ്രീന്, റെഡ്, ബ്ലൂ, അതാണ് ആദ്യത്തെ സെന്റൻസ് നോക്കിയ പ്രാഥമിക വർണ്ണങ്ങൾ. അതുപോലെ തന്നെ യമുനയിൽ മുങ്ങിച്ചത്തു. അപ്പൊ പിന്നെയാണ് സെക്കൻഡറി വർണ്ണങ്ങൾ വരുന്നത്. ഏതൊക്കെയാണ്? യെല്ലോ, മജന്ത, സിയാൻ. അപ്പൊ ആ ഒരു കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇതങ്ങനെ അത്ര കൺഫ്യൂസ് വരില്ല, കാരണം ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇതേ കോഡ് വെച്ച് തന്നെ നമുക്ക് ഇത് ഏതൊക്കെ വർണ്ണങ്ങൾ കൂടിച്ചേർന്നാണ് സെക്കൻഡറി വർണ്ണങ്ങൾ വരുന്നത്, അത് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. അതേ കോഡ് തന്നെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിലൊരു സ്ക്രീനിലൊരു ത്രികോണം കാണാം. ഈ ത്രികോണത്തിൽ ഈ കോഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പൊ ഏത് രൂപത്തിലാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക. കണ്ടില്ലേ? ഇപ്പോൾ 3 കോർണറുകളായി ആദ്യത്തെ ഒരു സെന്റൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ത്രികോണത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം ഗംഗാധരന്റെ ജിയും, രണ്ടാമത്തേതിന്റെ ആറും, ഭാര്യ എന്ന ബിയും 3 കോർണറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൊടുക്കുക. സിമ്പിളാണ്. 3 കോർണറിൽ 3 അക്ഷരം ആദ്യത്തെ സെന്റൻസ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസ് നേരെ എവിടെ നിന്നാണോ തുടങ്ങിയത് അതിന്റെ തൊട്ട് താഴ്ന്നു തന്നെ തുടങ്ങും. അത് ഇതുപോലെ അതും കൂടി അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതുപോലെ യമുനയിൽ മുങ്ങിച്ചത്തു. കഥയും കഴിഞ്ഞ് നമുക്ക് കോഡും കഴിഞ്ഞ് ഇപ്പൊ ആൻസർ പോയി. അപ്പൊ ഇതുപോലെ തന്നെ ചെയ്യാം. ഗംഗാധരന്റെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഇങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് മനസ്സിൽ പതിപ്പിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് ആൻസർ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ പിക്ചർ വരച്ചിട്ട് ഇതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. ഇതിലിപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ആയി. ഇപ്പൊ എല്ലാ കളർ ഏതൊക്കെ വർണ്ണങ്ങൾ ചേർന്നതെന്ന് ചോദിച്ചാൽ ഗ്രീനും റെഡും അതിൽ അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മജന്ത വരുന്നത് റെഡും ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിയാനി വരുന്നത് ഗ്രീനും ബ്ലൂവും അങ്ങനെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക വർണ്ണങ്ങളുണ്ട്, ദ്വിതീയ വർണ്ണങ്ങളുണ്ട്. ഒരു കാലത്ത് നിങ്ങൾക്ക് തെറ്റില്ല. ഇതൊന്നും പഠിച്ചു വെച്ചാൽ ഒരിക്കലും മറക്കില്ല. അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അത് അപ്ലൈ ചെയ്യുന്നത് ഏത് രൂപത്തിലാണെന്നും കൂടി ഒന്ന് പഠിച്ചു വെക്കുക.
അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യം ഇനി ഒരിക്കലും തെറ്റൂല. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഈ രണ്ടാമത്തെ ജസ്റ്റ് ഇങ്ങനെ ത്രികോണം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ, അതിലൊന്നുമില്ല. ഈ ഒരു ത്രികോണം മാത്രം പഠിച്ചു വെച്ചാൽ മതി, ആ ഒരു കോഡും. അപ്പൊ നമുക്ക് പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും വളരെ സിമ്പിളായി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഞാൻ സ്റ്റേറ്റ്മെന്റ് ചോദ്യം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, സയൻസിൽ നിന്നാണ്. ചുവടെ പറയുന്ന മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ ആറ്റോമിക നമ്പറുള്ള മൂലകത്തിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂഷനാണ്. കാരണം എല്ലാ മൂലകത്തിന്റെയും ആറ്റോമിക നമ്പർ പഠിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. അത്ര ഒന്നും പഠിച്ചു പോകണമെന്നില്ല, കാരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് മൂലകങ്ങളുടെ ആറ്റോമിക നമ്പറൊക്കെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതിൽ ഞാൻ ഇതിന്റെ ആറ്റോമിക നമ്പറും മൂലകങ്ങളൊക്കെ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്നും വായിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എങ്ങനെയാ വരിക? ഓക്സിജൻ, സോഡിയം, പൊട്ടാസ്യം, സിൽവർ, സ്വർണം, അങ്ങനെയാണ് വരിക. ഏറ്റവും കുറവ് ഇപ്പൊ ഇതിൽ ഓക്സിജൻ ആണ്, പിന്നെ സോഡിയാണ്, പിന്നെ പൊട്ടാസ്യാണ്, പിന്നെ സിൽവറാണ്, പിന്നെ സ്വർണ്ണമാണ്. അത് എത്രയാണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചുതരാം. ഇതാ ഓക്സിജന്റെ നമ്പർ 8 ആണ്, സോഡിയം 11 ആണ്, പൊട്ടാസ്യം 19 ആണ്, സിൽവർ 47, ഗോൾഡ് 79. അപ്പൊ ഇങ്ങനെയാണ് വരിക. നമുക്കൊന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ളതും 2016 നവംബർ 8-ാം തീയതി നോട്ട് അസാധുവാക്കലിന് ശേഷം നിലവിൽ വന്നതുമായ നോട്ടുകളും അവയിൽ കാണുന്ന ചിത്രങ്ങളും ശരിയായി ചേരുംപടി ചേർക്കുക. അപ്പോ ഇത് PSC ഇടക്കിടക്ക് ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇടക്കിടക്കേ വരാറുണ്ട്. അപ്പോ നമ്മളെ കറൻസി നോട്ടുകളും അവയിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ഇപ്പൊ നോക്കാം, എങ്ങനെയാ വരിക? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഏതൊക്കെയാണ്? A3 2000 രൂപ മംഗൾയാൻ വരും, 200 രൂപ സാഞ്ചി സ്തൂപം വരും, 500 രൂപ ചെങ്കോട്ട വരും, 50 രൂപ ഹംപി. ഇങ്ങനെ ചിത്രങ്ങൾ വരും. ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു കോഡ് രൂപത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കാരണം ഇപ്പൊ 50 രൂപ എന്നുള്ള പേരിൽ തന്നെ ഹംപി ഉണ്ട്, 50 ഹംപി, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇപ്പൊ 2000 രൂപയാണെങ്കിൽ 2000 ഏറ്റവും വില കൂടിയ നോട്ടാണല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും മംഗൾയാൻ ഏറ്റവും ഉയരത്തിലുള്ളത്, അത് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ 500, 2000-ന്റെ താഴെ 500 ആണ്. അപ്പൊ അതുപോലെ ഉയരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ചെങ്കോട്ട. പിന്നെ 200 രൂപ സാഞ്ചിസ്തു. അങ്ങനെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി, പിന്നെ കൺഫ്യൂസ് വരില്ല. അപ്പോൾ ബാക്കിയുള്ള നോട്ടുകളും അതിന്റെ ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ലൈഡ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ ഓരോ ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് റീപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതിൽ 5 രൂപ നോട്ടിൽ കർഷകനും ട്രാക്ടറുമാണ്, 10 രൂപ നോട്ടിൽ വന്യമൃഗങ്ങൾ, അത് പഴയ നോട്ടാണ്. 10 രൂപയുടെ പുതിയ നോട്ടിൽ കൊണാർക്കിൽ സൂര്യക്ഷേത്രം. അതുപോലെ 20 രൂപ പഴയ നോട്ടിൽ കടൽ തീരം, 20 രൂപയുടെ പുതിയ നോട്ടിൽ യെല്ലോറ ഗുഹകൾ, 50 രൂപയുടെ പഴയ നോട്ടിൽ പാർലമെന്റ്, 50 രൂപയുടെ പുതിയ നോട്ടിൽ ഹംപി. അതുപോലെ തന്നെ 100 രൂപന്റെ പഴയ നോട്ടിൽ ഹിമാലയ പർവ്വതം, പുതിയതിൽ റാണി കീ വം. അതുപോലെ തന്നെ 200 രൂപന്റെ സാഞ്ചി സ്തൂപം, 500 രൂപന്റെ ദണ്ഡി യാത്ര പഴയതിൽ, പുതിയതിൽ ചെങ്കോട്ട. 1000 രൂപയുടെ പഴയ നോട്ടിൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതി. അതുപോലെ തന്നെ 2000 രൂപന്റെ മംഗൾയാൻ. അപ്പൊ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതിൽ എങ്ങനെയാ ചോദിക്കുക, സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏത് രൂപത്തിലാണ് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു കോഡ് രൂപത്തിൽ ആക്കി അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതല്ല? ആകാശം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം പ്രകാശത്തിന്റെ വിസരണമാണ്. മഴവിലുണ്ടാകുവാൻ കാരണമാകുന്നത് പ്രകാശത്തിന്റെ പ്രകീർണനമാണ്. CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം പ്രതിഫലനം എന്ന പ്രതിഭാസമാണ്. അപ്പൊ ഇതിലേത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിക്കുക. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആകാശം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം പ്രകാശത്തിന്റെ വിസരണമാണ്. അത് ശരിയാണ്. കാരണം ആകാശത്തിന്റെ നീലനിറം, കടലിന്റെ നീലനിറം, ഇതൊക്കെ വിസരണം മൂലം തന്നെയാണ്. മഴവിൽ ഉണ്ടാകാൻ കാരണമാകുന്നത് പ്രകാശത്തിന്റെ പ്രകീർണനമാണ്. അതുപോലെ അത് ശരിയാണ്. CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണ്.
അതും ശരിയാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം പ്രതിഫലനം എന്ന പ്രതിഭാസം എന്നത് തെറ്റാണ്. അപവർത്തനമാണ്. അപവർത്തനം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയി പറയുന്നൊരു സ്ലൈഡ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻസർ അതുകൊണ്ട് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി. എ ബി സി 1, 2, 3 എന്നിവ ശരിയാണ്. അങ്ങനെ വരിക. 4-മത്തത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതില് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മഴവില്ല് എന്ന് പറയുമ്പോൾ പ്രകീർണനം വരുന്നുണ്ട്, അപവർത്തനമുണ്ട്, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഇത് മൂന്നും അതിൽ വരുന്നുണ്ട്. മഴവില്ലിന്റെ സാധാരണ ചോദിക്കാറുള്ളത് പ്രകീർണനവും അപവർത്തനവും മാത്രമാണ്. പൂർണ്ണാന്തര പ്രതിഫലനം കൂടി അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മരീചിക മരുഭൂമിയിൽ ഉണ്ടാകുന്നത് അതും അപവർത്തനം മൂലമാണ്. അതിലും പൂർണ്ണാന്തര പ്രതിഫലനമുണ്ട്. അതുതന്നെ ആകാശവും കടലും ജലവും നീല നിറത്തിൽ കാണുന്നത് വിസരണമാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുന്നതിന് കാരണം അപവർത്തനം. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണം അപവർത്തനം. അതാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ തെറ്റായി കൊടുത്തിട്ടുള്ളത്. സോപ്പ് കുമിളകളിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ തിളങ്ങുന്നതിന് കാരണം ഇന്റർഫറൻസ് ആണ്. അപ്പൊ ഈ ഒരു സ്ലൈഡ് നിങ്ങളൊന്ന് കൃത്യമായി നോട്ടിൽ എഴുതി വെക്കുക. അതൊന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്കൊന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ പറയുന്ന ശാസ്ത്രകാരന്മാർ അവരുടെ കണ്ടെത്തലുകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. അപ്പൊ ഇതില് കുറച്ച് ശാസ്ത്രകാരന്മാർ കൊടുത്തിട്ടുണ്ട്, അവരുടെ കുറച്ച് തിയറീസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഊർജ സംരക്ഷണ നിയമം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, ക്വാണ്ടം സിദ്ധാന്തം, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഹെൻറിച്ച് ഹെഡ്സ്, മാക്സ് പ്ലാങ്ക്, ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. അപ്പൊ ഇതിൽ നമുക്ക് ശരിയുത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. അതേതാണ്? A1, B2, C3, D4. അപ്പൊ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഊർജ സംരക്ഷണ നിയമം, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, ഹെൻറിച്ച് ഹെഡ്സ്, ക്വാണ്ടം സിദ്ധാന്തം, മാക്സ് പ്ലാങ്ക്, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം, ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. അപ്പൊ ഈ പറഞ്ഞ തിയറീസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൽ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന തിയറിയാണ് ഊർജ സംരക്ഷണം. കാരണം പുതുതായി ഉണ്ടാക്കാനും പറ്റൂല, നശിപ്പിക്കാനും പറ്റൂല. അതിനെ മറ്റൊരു രൂപത്തിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ചത്. അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, അതും ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം ഇത് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് വരും. അപ്പൊ നിങ്ങൾ ആ സ്ലൈഡ് പോസ് ചെയ്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ക്വാണ്ടം സിദ്ധാന്തം അതൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്ന പഠനശാഖകൾ, അവയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അപ്പൊ ഒരുപാട് പഠനശാഖകൾ നമുക്ക് ഇതിൽ സയൻസിലായാലും എല്ലാത്തിനും പഠിക്കാനുണ്ട്. ഒരുപാട് പഠനശാഖകളുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് പഠനശാഖകൾ കൊടുത്തിട്ടുണ്ട്. അത് ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. അപ്പോ അതിന്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. A3, B1, C2, D4. മയോളജി എന്ന് പറയുന്നത് പേശികളെ കുറിച്ചുള്ള പഠനമാണ്. മൈക്കോളജി എന്ന് പറയുന്നത് ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ്. ഫൈക്കോളജി എന്ന് പറയുന്നത് ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. എൻഡമോളജി ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. മയോളജി പേശികള്, മൈക്കോളജി ഫംഗസുകള്, ഫൈക്കോളജി ആൽഗകള്, എൻഡമോളജി ഷഡ്പദങ്ങൾ. അതൊന്ന് ഓർത്തു വെക്കുക. നമുക്കൊന്ന് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്ന ജീവികൾ, അവ ഉൾപ്പെടുന്ന ജീവവിഭാഗം എന്നിവ ശരിയായ രീതിയിൽ ഏതെല്ലാം? ഇതും ചേരുംപടി ചേർക്കാൻ തന്നെയാണ് പറയുന്നത്. അല്ല, ചേരുംപടി ചേർക്കാനല്ല, അതിൽ കൊടുത്തിട്ടുള്ളതിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു SCRT ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ. അപ്പൊ ബാക്ടീരിയ ഏത് വിഭാഗത്തിലാണ്? മൊണീറ വിഭാഗത്തിലാണ്. പാരാമീസിയം, പ്രോട്ടോസോവ, മണ്ണിര പറയുന്നത് അനലിഡ. ഷഡ്പദങ്ങള് മൊളസ്ക എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ടേബിൾ ഞാൻ പല റാങ്കുകാരും നോക്കി, എനിക്ക് ടേബിൾ ഒന്നും കിട്ടിയില്ല. നോക്കിയപ്പോൾ കിട്ടിയത് ഇതാണ്, ഈ സ്ലൈഡ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്ടീരിയ ഉൾപ്പെടുന്ന ജീവിവിഭാഗം മൊണിറ, കുമിളുകൾ ഉൾപ്പെടുന്ന ജീവിവിഭാഗം ഫംഗൻ, പ്രോട്ടോസോവ, പ്രൊട്ടിസ്റ്റ, സസ്യങ്ങളിൽ ഉൾപ്പെടുന്നത് പ്ലാന്റ്, പിന്നെ ജന്തുക്കൾ, മൃഗങ്ങൾ, മനുഷ്യൻ എന്നിവ ഉൾപ്പെടുന്ന ജീവിവിഭാഗം അനിമേലിയ.
അപ്പൊ ഈ അനിമേലിയത്തിന്റെ സബായിട്ട് കുറെ വിഭാഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് ഈ 5 വിഭാഗമാണ്. അനിമേലിയയിൽ സബായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സ്ലൈഡ് കൂടി കാണിച്ചു തരാം. ഇതാ മണ്ണിര കുളയട്ട, ഇതൊക്കെ അനിലിട എന്ന വിഭാഗമാണ്. ഷഡ്പദങ്ങൾ, തേള്, ഞണ്ട്, ചിമ്മീൻ, പൈഡർ, ആർത്രോപോഡ. അതുപോലെ മൊളസ്ക എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഒച്ചി, കണവ, നത്തൈക്ക, കക്ക, നീരാളി, ചിപ്പി എന്നിവ. അതുപോലെ തന്നെ എക്കിനോഡെർമാറ്റ, കടൽ വെള്ളരി, നക്ഷത്ര മത്സ്യം, ബ്രിട്ടിൽ സ്റ്റാർ, കടൽ ലിലി, കടൽ അർച്ചിൻ. അപ്പൊ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ. അതുപോലെ തന്നെ നീല രക്തമുള്ള ജീവികൾ മൊളസ്കുകൾ, പച്ച രക്തമുള്ള ജീവികൾ അനലിഡുകൾ, നിറമില്ലാത്ത രക്തമുള്ള ജീവികൾ ഷഡ്പദങ്ങൾ. അപ്പൊ ഈ സ്ലൈഡ് ഇതും കൂടി ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒരു നോട്ടിൽ കുറിച്ച് വെക്കുക. അപ്പൊ ഇതുപോലുള്ള പോയിന്റ്സുകളൊക്കെ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതുപോലുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൂടുതൽ PSC ചോദിക്കുന്നത്. ഞാൻ പറയുന്ന ചോദ്യങ്ങളൊക്കെ PSC ബുള്ളറ്റിനിൽ സ്ഥിരമായി ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളാണ്. അതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് അതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? കുറച്ച് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അവ സംബന്ധിച്ചുള്ള പഠനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോ ലക്കടവാല കമ്മീഷൻ, ദാരിദ്ര്യ നിർണയ രേഖ, രാജ ചെല്ലയ്യ കമ്മിറ്റി നികുതി പരിഷ്കരണം, വില സിദ്ധാന്തം മൈക്രോ എക്കണോമിക്സ്, ലേസസ് ഫെയർ സിദ്ധാന്തം ആൽഫ്രഡ് മാർഷൽ. അപ്പൊ ഇതില് തെറ്റായത് ഏതാണ്, ശരിയല്ലാത്തത് തെറ്റായത് എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലക്കടവാല കമ്മീഷൻ ദാരിദ്ര്യ നിർണയ രേഖ നിർണ്ണയിക്കുക, അത് ശരിയാണ്, അത് ശരി തന്നെയാണ്. അതുപോലെ തന്നെ രാജ ചെല്ലയ്യ കമ്മിറ്റി നികുതി പരിഷ്കരണം സംബന്ധിച്ച് ഉള്ളത് തന്നെയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. വില സിദ്ധാന്തം മൈക്രോ എക്കണോമിക്സ്, അതും ശരിയാണ്. ലേസസ് ഫെയർ സിദ്ധാന്തം ആൽഫ്രഡ് മാർഷൽ അല്ല, ഇത് ആഡം സ്മിത്ത് ആണ്. ഇപ്പൊ ഈ മുകളിൽ കൊടുത്ത 3 ശരി ഉത്തരങ്ങളെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഈ തെറ്റായ ഉത്തരത്തിന് കൊടുക്കേണ്ടത്. കാരണം ലേസസ് ഫെയർ സിദ്ധാന്തം അത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ആൽഫ്രഡ് മാർഷൽ അല്ല, ആഡം സ്മിത്ത് ആണ്. ആ തിയറിയുടെ ഉപജ്ഞാതാവ്. കാരണം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് ലേസസ് ഫെയർ തിയറി. അതൊന്ന് പ്രധാനമായി തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതിന്റെ ശരി ഉത്തരം നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്ഷൻ ഡി, ലേസസ് ഫെയർ സിദ്ധാന്തം ആൽഫ്രഡ് മാർഷൽ എന്ന തെറ്റാണ്, ആഡം സ്മിത്ത് ആണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ക്ലാസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പൂർണ്ണമായും വേണം. അതുകൊണ്ട് വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ നന്ദി, നമസ്കാരം.